ആണോടാ? മ്യൂസിക്കിൻ്റെ കാര്യത്തിലാണെങ്കിൽ പ്രശ്നമില്ല. എന്നാൽ പിന്നെ നീ സ്ഥലം വിട്ടേക്ക്. ശിവാനി ചേച്ചി ഇങ്ങനെയൊന്നും സംസാരിക്കണ്ട, സീനിയറാണ്, നമുക്ക് പണി കിട്ടും. എടി നമുക്ക് അത് സീനിയർ, ശിവാനിക്ക് അത് ബ്രദർ. ഓക്കെ, എനിക്ക് മനസ്സിലായില്ല വാട്ട് യു മീൻ. എന്ന് വെച്ചാൽ ശിവാനിയും ശിവനും ട്വിൻസാണ്. ഓ അങ്ങനെയാണോ? ചെറുതായിട്ട്. ഞാൻ പറഞ്ഞത് നിനക്ക് മനസ്സിലായില്ലേ? നീ പോയിക്കോ വേഗം. എടാ നമുക്ക് പോയേക്കാം, ചേച്ചി ഇല്ലെങ്കിൽ നമ്മുടെ പരിപ്പിടക്കും. ശരിയാ, വേഗം പോവാം. ഓക്കെ ചേച്ചി, നമ്മൾ പോവാണേ. പാറു, ഞാൻ പറഞ്ഞാൽ മറക്കണ്ട കേട്ടോ. സെറ്റ്, ഞാൻ വരാം. ശിവൻ ചേട്ടാ എന്നാൽ പോയിക്കോ, ബൈ. ചേച്ചി നിന്ന് പിന്നെ ഞാൻ പോവാണേ. നിന്ന് വാചകം അടിക്കാതെ വേഗം പോവാൻ നോക്കടാ. ശിവൻ ഉറങ്ങാൻ ശ്രമിച്ചെങ്കിലും അവന് തീരെ ഉറക്കം വന്നില്ല. അവനിപ്പോഴും അവൻ്റെ വീട്ടിലാണ് കേട്ടോ. എന്തായിരിക്കും ഇങ്ങനെ ഉറക്കം വരാത്ത? അവള് മാത്രം എൻ്റെ മനസ്സിൽ തോന്നുന്നത്. ചേച്ചി വിളിച്ചാലോ? ശോ, എനിക്ക് എന്താ ഉറക്കം വരാത്ത? എനിക്ക് അവളെ മാത്രം എന്താ ഓർമ്മ വരുന്നത്? എനിക്ക് ഉറങ്ങും. ശോ, എനിക്ക് ഉറക്കം വരുന്നത്. ചേച്ചി വിളിക്കാം. ഹലോ ചേച്ചി. എനിക്കറിയായിരുന്നു എൻ്റെ പൊന്നുമോൻ്റെ കോളിപ്പോൾ വരുമെന്ന്. എന്താ കാര്യം? പറ വേഗം പറ. ചേച്ചിക്ക് ഉറങ്ങാനുണ്ടേ? ഓ, കാര്യം സാധിക്കാനുണ്ടോ? ഞാൻ ചേച്ചിക്ക് ഹോസ്റ്റലായിട്ട് എല്ലാം ശരിയായോ? ചേച്ചിക്ക് ഹോസ്റ്റൽ നല്ല സൂപ്പറായിട്ടുണ്ട്. ചേച്ചിക്ക് നല്ല ഉറക്കം വരും. അതുകൊണ്ട് ചേച്ചി ലൈറ്റാക്കിയിട്ട് കിടന്നുറങ്ങാൻ പോവാ. പോരെ ചേച്ചി? ഫോൺ വെച്ചിട്ട് പോലെ. എന്താണോ നിനക്ക്? എനിക്ക് ഉറക്കം വരുന്നു, വേഗം പറ. ചേച്ചി എനിക്ക് ഉറക്കം വരുന്നില്ല, അതെന്റെ പ്രശ്നം. ഞാൻ എന്ത് ചെയ്യും? ഉറക്കം വരച്ച കാര്യം ഞാൻ പറഞ്ഞുതരാം. അവളെ പറ്റി എന്തെങ്കിലും അറിയാം? ഒന്ന് പറഞ്ഞതാ ചേച്ചി, ഞാൻ ഉറങ്ങിക്കോട്ടെ. നിനക്ക് അവളെ പറ്റി അറിയണം. അറിയാച്ചാ പാർവതിയെ പറ്റി അറിയണം. അപ്പം അതാണ് നിൻ്റെ ഉറക്കമില്ലായ്മയുടെ പ്രശ്നം. ഇപ്പം നിനക്ക് വേണ്ടത് ഞാൻ പറഞ്ഞുതരാം. പക്ഷേ എനിക്കെന്ത് കിട്ടുമെന്ന് നീ ആദ്യം പറയണം. എങ്കിൽ മാത്രമേ ഞാൻ നിനക്ക് പറയാൻ വിചാരിക്കുന്ന കാര്യം പറയത്തുള്ളൂ. ചേച്ചിക്ക് മനസ്സിലായില്ലേ? എന്താ ചേച്ചിക്ക് വേണ്ടത്? പറഞ്ഞാൽ തരാം. പക്ഷേ എനിക്ക് അവളെ പറ്റി ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞു തരണം. ഓക്കെ ശരി. നീ എനിക്ക് വേണ്ടി എന്ത് തരും? ചേച്ചി ചോദിക്കുന്നത് എന്തും ഞാൻ തരാം. ഉറപ്പാണോ? നീ എനിക്ക് എന്തും തരുമോ? ചേച്ചി എന്തും തരും, ഞാൻ തരും. സത്യം സത്യം സത്യം. എനിക്ക് വേണ്ടത് അവനെയാ. എനിക്ക് നീ അവനെ സെറ്റാക്കി തരുമോ? എനിക്ക് ഉറപ്പാൻ പറ്റില്ല, ഞാൻ ശ്രമിക്കാം ചേച്ചി. എന്നാൽ കേട്ടോ, അവൾക്ക് അത് ക്യാഷൊന്നും ഇല്ലെന്ന് തോന്നുന്നു. അവൾ സ്കോളർഷിപ്പ് വാങ്ങിച്ച് ഇങ്ങോട്ട് പഠിക്കാൻ വന്നത്. പിന്നെ അവൾ BTSൻ്റെ ആർമി എന്തുവാ. അപ്പോൾ അവൾക്ക് BTSനെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം പർപ്പിൾ കളറാണ് അവളുടെ ഫേവറേറ്റ് കളറ്. അവളുടെ വീട് എവിടെയൊന്നുമില്ല, കുറച്ച് പോകണം, ദൂരെയാണ്. വീടിൻ്റെ കറക്റ്റ് സ്ഥലം എനിക്ക് കിട്ടില്ല കേട്ടോ. പിന്നെ അവൾക്ക് സിബ്ലിങ്സ് ഒന്നുമില്ല, ഒറ്റ മോളാണ്. അമ്മ, അച്ഛൻ, അവൾ, ഈ 3 പേരേ ഉള്ളൂ അവളുടെ ഫാമിലിക്കകത്ത്. ഇത്രയേ ഉള്ളൂ. ഓ, എൻ്റെ മുത്താണ് എൻ്റെ ചേച്ചി. ഒറ്റ ദിവസം കൊണ്ട് മനസ്സിലാക്കി. ചുമ്മാണ്ടാണോ 45 സെക്കൻഡിന് മുമ്പ് ഞാൻ നിന്നെക്കാട്ടി മുമ്പ് പുറത്ത് വന്നത്? ദാറ്റ്സ് കറക്റ്റ്. അത് ഞാൻ ഓർത്തില്ലായിരുന്നു. ചുമ്മാടാണോ ഞാൻ ചേച്ചിന്ന് വിളിക്കുന്നത്? എന്തുവാ? അല്ല, ഞാൻ പറയായിരുന്നു, ഇത്രയും പ്രഗ്നൻ്റ് ആയിട്ടുള്ള ഒരു സഹോദരി എനിക്കുള്ളപ്പോൾ ഞാൻ ചേച്ചിന്ന് വിളിക്കണ്ടേ? അങ്ങനെ ഞാൻ വിളിക്കുന്നല്ലേ. മറ്റേ വർത്താനം പറഞ്ഞത്. പോയി കിടന്നുറങ്ങാൻ നോക്കുക, നാളെ ക്ലാസ്സിൽ പോകാനുള്ളതല്ലേ. ശരിയാ, ഞാൻ മറന്നു. അപ്പോൾ ഗുഡ് നൈറ്റ്. അല്ല ചേച്ചി, ഒരു കാര്യം എന്താ വെച്ചിട്ടുണ്ടല്ലോ, ചേച്ചി എന്താ അവളുടെ മുമ്പിൽ നിന്നോട് ടെററായിട്ട് സംസാരിച്ച് വേഗം ഇവിടുന്ന് പൊയ്ക്കോ, സ്ഥലം വിട്ടോ എന്നൊക്കെ എന്നോട് പറഞ്ഞില്ലായിരുന്നോ? അതെന്തിനാ അങ്ങനെ പറഞ്ഞത്? അത് നീ ഒരു കാട്ടുകോഴിയാണെന്ന് എനിക്കറിയാവുന്നതുകൊണ്ട് ഞാൻ അവളെ ചെറുതായിട്ടൊന്ന് രക്ഷിച്ചതാണ്. ദിസ് ഈസ് ഇമോഷണൽ ഡാമേജ്. ഹലോ ഞാൻ ഈ റൂമിലോട്ട് എൻ്റർ ചെയ്യുകയാണ്. ഇത് അവളുടെ വോയിസ് അല്ലേ? ഓക്കെ, തനിക്കിപ്പോൾ താല്പര്യമുണ്ടല്ലേ? യെസ്, ഞാൻ അന്നേ പറഞ്ഞില്ലായിരുന്നു എനിക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെന്ന്. അതിനെപ്പറ്റി സംസാരിക്കാൻ ഞാൻ വന്നത്. പിന്നെ നമ്മൾ തമ്മിൽ പ്രോപ്പറായിട്ടൊന്നും പരിചയപ്പെട്ടില്ലല്ലോ. ശരിയാ. എപ്പോഴാണ് താൻ പറയാൻ വന്നത്? തൻ്റെ പേരും ഡീറ്റെയിൽസ് ഒക്കെ എൻ്റെ അടുത്ത്. അയ്യോ അയ്യോ, അമ്മയെ കൂടെ ഒരു ഭ്രാന്തിട്ടാണ് ഞാൻ പ്രേമിച്ചത്. അല്ല, ഞാൻ വേണ്ടതെന്തെങ്കിലും പറഞ്ഞു. എന്തെങ്കിലും ചിരിക്കുന്നേ? അതൊന്നുമില്ല, ആ ഒരു ചോദ്യം കേട്ടപ്പോൾ അറിയാൻ ചിരി വന്നതാ. ഏത് ചോദ്യം? എന്നോട് ചോദിച്ചില്ലേ എപ്പോഴാണ് പരിചയപ്പെടാൻ? ഓ, അത് പരിചയപ്പെടാൻ വേണ്ടിയിട്ടല്ലേ ഞാൻ വന്നത്. അതല്ല ചിരിച്ചത്, എനിക്ക് മനസ്സിലായി. ഇപ്പൊ കാര്യത്തിന് കിട്ടി. എന്നാ പിന്നെ തുടങ്ങാം. ഞാൻ ശ്രീ പാർവതി. എൻ്റെ വീട്ടിൽ അച്ഛൻ, അമ്മ, പിന്നെ ഞാൻ, ഇത്രയും പേരേ ഉള്ളൂ.
ഞാൻ ഒരു സ്കോളർഷിപ്പ് വാങ്ങിച്ചാണ് ഇവിടെ പഠിക്കാൻ വന്നത്. എനിക്ക് പാട്ട് പാടാൻ ഭയങ്കര ഇഷ്ടമാണ്. ബട്ട് എൻ്റെ സ്വരം അത്രയ്ക്ക് നല്ലതല്ല എന്ന് എനിക്കറിയാം. പക്ഷേ എന്നാലും ഞാൻ പാടും കേട്ടോ. എനിക്ക് ഏറ്റവും ഇഷ്ടം BTSൻ്റെ സോങ്സാണ്. പിയാനോ ഇഷ്ടമാണ് എനിക്ക്. ബട്ട് ഞാനത് പ്ലേ ചെയ്തിട്ടില്ല. എന്നെ പിയാനോ പഠിപ്പിക്കാമോ? പിന്നെ ഞാനിവിടെ ഫസ്റ്റ് ഇയർ വിദ്യാർത്ഥിയാണ്. എനിക്കിഷ്ടപ്പെട്ടു തന്നെ പരിചയപ്പെടുത്തിയത്. എനിക്ക് അവിടെ നിന്ന് എൻ്റെ നെയിമൊന്നും പറയാൻ പറ്റില്ലായിരുന്നു. ഞാൻ തേർഡ് ഇയറാണ്. ഞാൻ ഫൈനൽ എക്സാം എഴുതി തേർഡ് ഇയറിൽ. ഇന്ന് ഞാൻ 4th ഇയറിലോട്ടാണ് കേട്ടോ. എനിക്ക് പിയാനോ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ പ്ലേ ഒക്കെ ചെയ്യാറുണ്ട് കേട്ടോ ഇടയ്ക്ക്. തന്നെ ഞാൻ പഠിപ്പിക്കാം. എൻ്റെ പേര് പറഞ്ഞില്ലല്ലോ. എൻ്റെ പേര് ശിവൻ. എനിക്ക് ശിവാനി എന്നൊരു സിസ്റ്ററുണ്ട്. ഞാൻ അവളെ എപ്പോഴും ചേച്ചി വിളിക്കുമ്പോൾ നിനക്ക് ഒരു കൺഫ്യൂഷൻ തോന്നിയേക്കാം. ഞാൻ അവളും ട്വിൻസാണ്. 1 മിനിറ്റിന് മുമ്പ് അവൾ ജനിച്ചു. അപ്പോൾ പിന്നെ അവൾക്ക് എന്നെക്കാട്ടിലും കുറച്ചുകൂടി ബ്രില്യൻസ് കൂടുതലായതുകൊണ്ട് ഞാൻ അവളെ ബഹുമാനത്തോടെ ചേച്ചി എന്ന് വിളിക്കും. അത്രേ ഉള്ളൂ കേട്ടോ. പിന്നെ ഞാനും എൻ്റെ അമ്മയും അച്ഛനും ചേച്ചിയും ഞങ്ങൾ 4 പേരാണ് എൻ്റെ വീട്ടിലുള്ളത്. ഞാൻ അത്യാവശ്യം പാടും. ഈ മ്യൂസിക് റൂം ഞാൻ മ്യൂസിക് പഠിക്കാൻ വേണ്ടിയിട്ട് കോളേജിൽ പലതവണ നിവേദനം കൊടുത്ത് ആക്കിയ റൂമാണ്. അപ്പം മ്യൂസിക് പഠിക്കാൻ നമ്മൾ വേറെ എവിടെയും പോകേണ്ട ആവശ്യമില്ല. ഇവിടെ തന്നെ നമുക്ക് പഠിക്കാം കേട്ടോ. ഇവിടെ വന്ന് മ്യൂസിക് പഠിക്കുന്നതിന് ആരും നമ്മളൊന്നും പറയാനോ ചെയ്യാനും പോകത്തില്ല. നിന്നെ ഞാൻ എൻ്റെ പുതിയ മ്യൂസിക് സ്റ്റുഡൻ്റായിട്ട് കൂട്ടുന്നു. അപ്പോൾ പിന്നെ എങ്ങനെയാ? ഞാൻ ഒരിക്കൽ കൂടെ ചോദിക്കുന്നു, തനിക്ക് ഇവിടെ മ്യൂസിക്കിന് ചേരുന്നതിന് പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ? നമ്മുടെ കോളേജിൻ്റെ ആനുവൽ ഡേക്കും കോളേജ് ഡേക്കും അങ്ങനെ എല്ലാ സമയത്തും നമ്മളുടെ പാട്ട്, ഡാൻസ് അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങളൊക്കെ നമ്മൾ ഇറക്കാറുണ്ട്. ഈ വർഷം ഉണ്ടാവും കേട്ടോ. തനിക്ക് ഇപ്പോൾ പറയാം ഇവിടെ മ്യൂസിക്കിനുണ്ടോ ഇല്ലയോ എന്ന്. നാളെ വരെ ഞാൻ സമയം തരാം. തനിക്ക് നന്നായിട്ട് ആലോചിക്കാം. താൻ വീട്ടിലേക്ക് വിളിച്ച് ചോദിച്ചിട്ട് പറഞ്ഞാൽ മതി കേട്ടോ. ഞാൻ ഒരിക്കലും തന്നെ നിർബന്ധിക്കില്ല. തനിക്ക് താല്പര്യമുണ്ടെങ്കിൽ മാത്രം ചേർന്നാൽ മതി കേട്ടോ. താല്പര്യമുണ്ടെങ്കിൽ മാത്രം ചേർന്നാൽ മതി കേട്ടോ. ഞാനൊരിക്കലും തന്നെ നിർബന്ധിക്കില്ല. താൻ പൂർണ്ണമായിട്ടുള്ള മനസ്സിൽ മാത്രം വന്നാലേ പഠിപ്പിക്കത്തുള്ളൂ. ഇവിടെ ബാക്കിയുള്ള കുട്ടികളുടെ കൂടെ പഠിക്കാം തനിക്ക്. ഞാനും കാർത്തിയും പിന്നെ ശിവാനി ചേച്ചിയും മാത്രമേ ഇവിടെ പാട്ടിലുണ്ടായിരുന്നുള്ളൂ. തനിക്ക് 4ാമത്തെ അംഗമായിട്ട് ചേരാം. ആലോചിക്കാനൊന്നുമില്ല. ഞാൻ പാട്ട് പഠിക്കാൻ തയ്യാറായിട്ടാണ് വന്നത്. എന്നെ സാറ് ഒന്ന് പഠിപ്പിക്കുമോ സാറേ? എനിക്കെന്നെ ആര് പഠിപ്പിച്ചാൽ സാറെന്നേ വരത്തുള്ളൂ, അല്ലെങ്കിൽ ടീച്ചറേന്ന്. ഇതല്ലാതെ പേരും സംബോധന ഒന്നും ചെയ്യുന്നത് കിട്ടത്തില്ല. അതുകൊണ്ട് ഞാൻ ടീച്ചറെ സാറേ അങ്ങനെയൊക്കെ വിളിക്കത്തുള്ളൂ കേട്ടോ. ഞാൻ എഗ്രിയാണ് കാര്യങ്ങൾക്കൊക്കെ. ഓക്കെ.